കുറിച്ചാണ് എങ്കിൽ അത് സൂക്ഷിച്ചു വേണം. വെറുതെ എന്തെങ്കിലും പറയാമെന്ന് കരുതിയാൽ ജനങ്ങൾ കല്ലെറിയും. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഉറഞ്ഞു തുള്ളുകയായിരുന്നു. കണക്കുകൾ നിരത്തിക്കൊണ്ട് വി കെ സനോജിനെ തൊട്ടടുത്തിരുത്തിക്കൊണ്ട് പൊളിച്ചെടുക്കുകയാണ് മാങ്കൂട്ടം. ഒടുക്കം കാണികൾക്കിടയിൽ നിന്ന് കയ്യടി വാങ്ങിക്കൂട്ടിയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തകർപ്പം വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് കേരളത്തിൽ ജീവിച്ചവരാലും കഴിഞ്ഞ 8 വർഷം കേരളത്തെ പിണറായി സർക്കാർ പിന്നോട്ടടിക്കും എന്ന് പറയുന്നത് ഞാൻ കരുതുന്നില്ല. കാര്യം പവർക്കത്തും കല്ല് നിറഞ്ഞ അരിയും പൊട്ടിപ്പൊളഞ്ഞ സ്കൂളുമൊക്കെ ഞാനും അനുഭവിച്ച വ്യക്തിയാണ്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് വളരെ ആധികാരികമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ടായി 19,000 കോടി ഉണ്ടെങ്കിൽ കേരളത്തിലെ റെയിൽവേ സ്ട്രെച്ച് അങ്ങ് നമുക്ക് നിവർത്തി നമുക്ക് കേരളത്തിൻ്റെ ആവശ്യമില്ല എന്ന് ഒരു കാര്യം മാത്രമേ ചോദിക്കാറുള്ളൂ. ഈ ട്രിവാൻഡ്രം കൊല്ലം വരെയുള്ള ആ ഒരു വളവ് നിവർത്തി തരാൻ നിങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ആ വളവ് നിവർത്തണമെങ്കിൽ അത് കൊല്ലം ജംഗ്ഷനിലൂടെയാണ് പോകുന്നത്. ആ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിന് പറ്റില്ല. കാര്യം ഭൂമി ഏറ്റെടുക്കാൻ പറ്റാതെ നാഷണൽ ഹൈവേ പദ്ധതി ഉപേക്ഷിച്ച് പോയ പാർട്ടിയുടെ ആളായതുകൊണ്ട് ആ പദ്ധതിയാണ് ഇപ്പോൾ പൂർത്തിയാവുന്നത്. അപ്പോൾ അത്തരം ഈ അതുപോലെ തന്നെ പഴകിയ AI തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ AI എന്ന് പറയുന്ന ടെക്നോളജി ക്യാമറയിൽ വരുമ്പോൾ അതിൽ ഈ ഫേഷ്യൽ ടെക്നോളജി ഉൾപ്പെടുത്തിയാൽ അത് എന്തുമാത്രം പ്രൈവസിയെ ബാധിക്കുന്ന കാര്യമാണെന്ന് അറിയാം. ആ ഫേഷ്യൽ റെക്കഗ്നിഷൻ ടെക്നോളജി ഇല്ലാത്തത് കൊണ്ടാണ് കൊല്ലത്ത് നമുക്ക് ആ നഷ്ടമായി പോയ പെൺകുട്ടിയെ ഫേഷ്യൽ റെക്കഗ്നിഷൻ ടെക്നോളജി കണ്ടുപിടിക്കാൻ സാധിക്കാത്തത്. പിന്നെ അതുപോലെ തന്നെ ഈ പിണറായി വിജയന്റെ മകന്റെ അമ്മായിയപ്പന് പൈസ കിട്ടി എന്നുള്ളതൊക്കെ അന്ന് തന്നെ ഈ തകർത്തെടുത്തുകൊണ്ട് ഇരിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത ഒരു കോൺഗ്രസ്സുകാരന്റെ പേര് ഉമ്മൻചാണ്ടി എന്നാണ്. അന്ന് കണ്ണൂർ സർവകലാശാലയിലോ കോഴിക്കോട് സർവകലാശാലയിലോ ആണ്. ആ സമരത്തിൽ കമ്പ്യൂട്ടർ തല്ലിപ്പൊളിച്ചതും ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലാണ്. അന്ന് BMS-ഉം INTC-യും CUT-യും കമ്പ്യൂട്ടർ കാരണം നഷ്ടപ്പെടുന്ന തൊഴിലുകൾക്കെതിരെ, കമ്പ്യൂട്ടറിനെതിരെയല്ല, കമ്പ്യൂട്ടർ കാരണം നഷ്ടപ്പെടുന്ന തൊഴിലുകൾക്കെതിരെ സമരം ചെയ്തതാണ്. അതേപോലുള്ള സമരമാണ് AI കാരണം ജോലി നഷ്ടപ്പെടുമ്പോൾ അങ്ങ് അമേരിക്കയിലെ സ്ക്രിപ്റ്റ് ടീച്ചേഴ്സ് അടക്കം ചെയ്യുന്നതും അതേ സമരം തന്നെയാണ്. പിന്നെ അവസാനമായി പറയാനുള്ളത്, കുടുംബത്തിന്റെ കുലമഹിമ കാരണം പാർട്ടി പ്രസിഡന്റായ ആളെ വനിതാ മുന്നേറ്റത്തിന്റെ ചാലകശക്തിയായോ അതിന്റെ ഫേസായോ ഒന്നും പറയുന്ന അത്ര നല്ല കാര്യമായി എനിക്ക് തോന്നി. നല്ല വാക്ക് എനിക്ക് പറയാനില്ല. പക്ഷെ കുടുംബത്തിന്റെ കുലമഹിമ കാരണമാണ് കോൺഗ്രസിലെ ആൾക്കാർ പ്രസിഡന്റ് ആവുന്നത്. പക്ഷേ ചോദ്യമൊന്നുമില്ല, ഈ കയ്യടികൾക്കിടയിൽ ഇത് പറഞ്ഞില്ലെങ്കിൽ മോശമായി പോകും എന്ന് വിചാരിച്ചെന്ന് പറയാതെ ഗാലറി എതിരായിട്ടും പിന്നെയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന DYFI സംസ്ഥാന പ്രസിഡന്റ് വി കെ സനോജിന് എൻ്റെ അഭിവാദ്യങ്ങൾ. നന്ദി. മറുപടി പറയാമല്ലോ. ഒന്ന്, ഗാലറി മുഴുവൻ എതിരാണെന്ന് അങ്ങേക്ക് തന്നെ തോന്നലുണ്ടാകുന്ന ഒരു നല്ല ചിന്താഗതിയാണ് കേട്ടോ. ഒന്ന്. രണ്ട് അങ്ങ് പറഞ്ഞു കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത ഒരാളുടെ പേര് ഉമ്മൻചാണ്ടി എന്നാണെന്ന്. ഉമ്മൻചാണ്ടി കാലിക്കറ്റ് സർവകലാശാലയിൽ സമരം ചെയ്തു. അത് കമ്പ്യൂട്ടറിനെതിരെ അല്ല. പതിവ് പോലെ കാലിക്കറ്റ് സർവകലാശാലയെ കമ്പ്യൂട്ടർവൽക്കരിക്കുന്നതിൻ്റെ പേരിൽ നിങ്ങളുടെ സർക്കാർ നടത്തിയ അഴിമതിക്കെതിരായിട്ടാണ് അദ്ദേഹം സമരം ചെയ്തത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതിപ്പം നാളെ ഞാൻ സ്വർണ്ണക്കടത്ത് കേസിനെതിരായിട്ട് ശ്രീ ശിവശങ്കരൻ ജയിലിൽ കിടന്ന സ്വർണ്ണക്കടത്ത് കേസിനെതിരായിട്ട് ജയിലിൽ കിടന്നിട്ടുള്ള സമരം ചെയ്യുകയും ജയിലിൽ പോവുകയും ചെയ്ത ഒരാളാണ് ഞാൻ. നാളുകൾ അങ്ങയുടെ അടുത്ത തലമുറ പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പണ്ട് സ്വർണത്തിനെതിരെ സമരം ചെയ്യുന്നു എന്ന് പറയുന്ന പോലെയുള്ള അല്പജ്ഞാനം മാത്രമാണ് ആ വിഷയം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി താങ്കളുടെ തന്നെ ചോദ്യത്തിനകത്തിൻ്റെ മറുപടി, അതായത് കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ആ ലാൻഡ് അക്വിസിഷൻ പോലും നടത്താൻ പറ്റത്തില്ല എന്ന് അങ്ങേക്ക് ആത്മവിശ്വാസമുള്ള സർക്കാരാണോ ഈ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ലാൻഡ് അക്വയർ ചെയ്തിട്ട് കേരളയിൽ കൊണ്ടുവരേണ്ടതെന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നെ അങ്ങ് പറഞ്ഞു ഈ ലാൻഡ് അക്വിസിഷൻ നടത്താൻ കഴിയാത്തതിൻ്റെ പേരിൽ ഇട്ടെറിഞ്ഞിട്ട് പോയ ഉമ്മൻചാണ്ടിയുടെ സർക്കാരെന്ന്. അങ്ങ് മനസ്സിലാക്കേണ്ടത്, ശ്രീ പിണറായി വിജയന് ലാൻഡ് അക്വിസിഷൻ പൂർത്തിയാക്കുവാൻ കഴിഞ്ഞത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ലാൻഡ് അക്വിസിഷൻ ഒരു പുതിയ നിയമം വന്നിരുന്നു. ഫെയർ വാല്യൂ കൊടുക്കുന്ന, അതായത് നാട്ടിലെ മുൻപ് കൊടുത്തിരുന്ന സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന വിലയായിരുന്നുവെങ്കിൽ അത് മാറി നാട്ടിലെന്താണോ വില ആ വില കൊടുക്കുന്ന ഒരു നിയമം കൊണ്ടുവന്നിരുന്നു. ആ നിയമം കൊണ്ടുവന്നയാളുടെ പേര് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നാണ്. ആ മൻമോഹൻ സിംഗിന്റെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. പോകട്ടെ. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് പറഞ്ഞത് കുടുംബമഹിമയുടെ പേരിൽ. സ്വാഭാവികമായിട്ടും കുടുംബമഹിമ ഉണ്ടാകുന്ന ഒരു തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ അങ്ങ് ഉദ്ദേശിക്കുന്നത് ഒരു കുടുംബത്തിൽ നിന്ന് പല ആളുകൾ പൊതു പ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നതാണ് എങ്കിൽ എനിക്ക് പറയാനായിട്ട് ഒരുപാട് പേരുണ്ട്. അതിൽ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ വി കെ സനോജനും ശ്രീ വസീഫിനും ഒക്കെ പ്രയാസം തോന്നുന്നൊരു പേരായതുകൊണ്ട് ആ പേര് ഞാൻ പറയുന്നില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും ബോധ്യമാകുന്ന ആ പേരായതുകൊണ്ട് ഞാനത് അവിടെ തന്നെ വിടുകയാണ്. പിന്നെ അങ്ങ് വേറെ എന്തോ ഒരു കാര്യം കൂടെ ചോദിച്ചിരുന്നു. പിന്നെ ഈ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുക എന്നൊക്കെ പറയുന്നത് അത്ര മോശപ്പെട്ട കാര്യമാണെങ്കിൽ അങ്ങ് ആദ്യം അങ്ങയുടെ DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയെ തന്നെ പറഞ്ഞു മനസ്സിലാക്കൂ. ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് ഒരു മോശപ്പെട്ട കാര്യമാണ്, അതിൽ പോകരുതെന്ന് പറയൂ. ഞാൻ എന്തായാലും ചാനൽ ചർച്ചകളിൽ പോയി എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യയശാസ്ത്രം പറയുന്നതിനകത്ത് അഭിമാനബോധത്തോടു കൂടി തന്നെ വർത്തമാനം പറയുന്ന ഒരാളാണ് എന്ന് വളരെ സ്നേഹത്തോടു കൂടി തന്നെ അങ്ങേ ഓർമ്മപ്പെടുത്തും.